ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രോസ്റ്റാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ബ്രോസ്റ്റ് പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നൊക്കെ ഈ ഒരു ബോക്സിൻ്റെ ബാക്ക് വശത്ത് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കുക. അപ്പോൾ ഇതിൽ 2 പാക്കറ്റാണ് കേട്ടോ വരുന്നത്. ഒന്ന് ഇത് ഡിപ്പ് ചെയ്യാനുള്ള പൗഡറും ഒന്ന് നമ്മൾ അത് സോക്ക് ചെയ്ത് വെക്കാനുള്ള സാൾട്ടിൻ്റെ മിക്സും ആണ് വരുന്നത്. അപ്പോൾ ഈ ചെറിയ പാക്കറ്റിൽ വരുന്നതാണ് സാൾട്ടിൻ്റെ മിക്സ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളെങ്ങനെ ബ്രോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാൾട്ടിൻ്റെ മിക്സ് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചിക്കനും വെള്ളവും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രൂപത്തിലാണ് കേട്ടോ വേണ്ടത്. നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ് ഇതിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഓൾറെഡി ഇതിൽ ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു ടൈം തന്നെ 45 മിനിറ്റ് തന്നെ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഉപ്പ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് 45 മിനിറ്റിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്കൊന്ന് വാർത്ത് കളയാം. അപ്പോൾ ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് ഇതിലത്തെ കംപ്ലീറ്റ് വെള്ളം മാർന്ന് പോയിട്ട് വേണം കേട്ടോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ചിക്കനെ നമ്മൾ സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ പൗഡറിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കട്ട പിടിക്കും കേട്ടോ. നമ്മൾ ഈ നനഞ്ഞ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ചിക്കൻ പീസസ് ഓരോന്നും എടുത്തിട്ട് ഈ ഒരു പൗഡറിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കുക. ഇതിങ്ങനെ ചെയ്തിട്ട് ഒരു 20 മിനിറ്റോളം വെക്കണം കേട്ടോ. എന്നിട്ട് ഇത് ഡബിൾ കോട്ട് ചെയ്തെടുക്കൊന്നും വേണ്ട. ഇത് 20 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കേട്ടോ ഈ ഒരു പാക്കറ്റിൽ എഴുതി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ ചിക്കൻ പീസസും ഈ ഒരു പൗഡറിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ 20 മിനിറ്റ് വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുക്കാൻ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ടാണ് ഇത് ഓരോന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. പിന്നെ കുറച്ച് അധികം ഓയിൽ എടുത്തിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ ഓരോ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ സാധാരണ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ 2 സൈഡും ഇങ്ങനെ മുരിഞ്ഞ് വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റ് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ്റെ ഐറ്റം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.